തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വ്യാപകമാവുന്നു. ഏറ്റുമാനൂരിൽ എരുമക്കിടാവിന് 2 ആഴ്ചക്കിടയിൽ 2 തവണയാണ് തെരുവുനായുടെ കടിയേറ്റത്. ഏറ്റുമാനൂർ വടക്കേനടയിലെ താമസക്കാരനായ പാടത്തേട്ട് ഗോപിവിലാസം വീട്ടിൽ ജഗദീഷിന്റെ എരുമക്കിടാവിന്റെ വാൽ തെരുവുനായ കടിച്ചു മുറിച്ചു. ഒരാഴ്ച മുമ്പ് തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ അടക്കമുള്ളവർ എത്തി ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ഇങ്ങോട്ട് പട്ടി ചാടാൻ തുടങ്ങി. 2 പട്ടികളെ കൊണ്ട് ശല്യമുള്ളൂ, ബാക്കി 5 പട്ടികളുണ്ട്. മുമ്പ് ഇത് എന്നിട്ട് 16:32 വിളിച്ചിട്ട് രാത്രിയിൽ ആൾക്കാർ വന്ന് ഇഞ്ചക്ഷനും എടുത്തു. 3 ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക് തന്നു. അതിന് മരുന്നിൻ്റെ പൈസയും കൊടുത്തു, ഇഞ്ചക്ഷനും പൈസ കൊടുത്തു. പകലാണെങ്കിൽ ആശുപത്രി ഉള്ളതെന്നാണ് പറയുന്നത്, മൃഗാശുപത്രി ഉള്ളൂ. 6 മണി കഴിഞ്ഞാൽ പൈസ എല്ലാത്തിനും കൊടുക്കണം. ഇപ്പം ഇത് ഉണങ്ങി എല്ലാം കഴിഞ്ഞു. ഇതിപ്പം ഇവിടെ തീറ്റ കൊടുത്ത് വളർത്തുക, കൈത്തീറ്റ കൊടുത്ത് വളർത്തുക. ഇപ്പം ഇതിനെ പേടിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പം വിഷയമില്ലല്ലോ. ഉണങ്ങിയായിരുന്നു, കംപ്ലീറ്റ് ഉണങ്ങിയായിരുന്നു. ഇന്നുകൊണ്ട് അവിടെ കെട്ടി 10 മിനിറ്റ് കഴിഞ്ഞില്ല. പോയി നോക്കിയേക്കാൻ പറഞ്ഞു. പട്ടികൾ മറ്റേ വൈഫിനെ കുറയ്ക്കാനായിട്ട് ഓടിച്ചു. ഇവരെ ഇത് പുള്ളി ഓടി രക്ഷപ്പെട്ടതാണ്. രാവിലെ പണിയാൻ വന്നപ്പം ആരോടൊന്നുമില്ല. ഒരാഴ്ചത്തെ ചികിത്സയിൽ തന്നെ സുഖം പ്രാപിച്ച എരുമയെ പാടത്തിറക്കി കെട്ടിയപ്പോഴാണ് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായതും വാൽ മുറിഞ്ഞു തൂങ്ങിയതും. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ നടപടികൾ ഉണ്ടാവാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ്.